തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരിത്തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരിത്തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നുംബരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നുംബരം. അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീരന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. ആന്യ എന്തോ? ഭയങ്കര ക്യൂട്ടായിട്ടാ പാടിയത്. താങ്ക് യു. രസമുണ്ടായിരുന്നു. ചോദിക്കാം നമുക്ക്. ശരത് സർ, മോളെ എന്തോ? സുഖാണോ മോക്ക്? അത് അത്ര സുഖമില്ല. അല്ല, അല്ല, ഞങ്ങളൊരു 5-6 തവണ ഛർദിച്ചിട്ടൊക്കെ ഇരിക്കാം. എന്ത് പറ്റി മോളെ? രാവിലെ ഓക്കെ ആയിരുന്നു, പിന്നെ ഈ ആഫ്റ്റർനൂൺ ഒക്കെ ആയപ്പം അത് എന്തേലും കാരണം അറിയത്തില്ല. പക്ഷെ അല്ല, പാറു കഴിക്കാൻ വെച്ചിരുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചോ മക്കളെ? അത് ഞാൻ എടുത്തു വെച്ചത് കഴിച്ച ഛർദിക്കും എന്നാണോ? കാരണം ഛർദിക്കാനുള്ള ഒരു സാധനം നമ്മൾ അവൾക്ക് വേണ്ടി വെച്ചായിരുന്നു. ഇനി അതെങ്ങാനും നീ അറിയാതെ എടുത്ത് കഴിച്ചോ? അതാ അറിയണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ആരും ടെൻഷൻ ആവണ്ട. അല്ല മോളെ ആ തൊണ്ടയ്ക്കുള്ള അത് മാറിക്കോളൂ കേട്ടോ, അതൊരു ഇഷ്യൂ അല്ല. മക്കളെ അക്ഷരം പറയുന്നത് കുറച്ചും കൂടെ മോള് ശ്രദ്ധിക്കണം. കാര്യം അത് പല അക്ഷരങ്ങളും വേറെയൊക്കെ ആയിട്ടാണ് കേൾക്കുന്നത്. മോളെ നമ്മൾ തുറന്ന് പറയേണ്ടത് തുറന്ന് തന്നെ, വാ തുറന്ന് അമ്മേ ഇഡ്ഡലി ഇതൊക്കെ നമ്മൾ തുറന്ന് തന്നെ പറയുക. അമ്മ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, പട്ടിണി കിടന്ന് നമ്മൾ ഒരു ലെവലായി പോകും. ഇല്ല മോളെ അത് തുറന്ന് പറയണം. ആരെടുത്താണെങ്കിലും ഒരു പെൺകുട്ടിയല്ലേ, ധൈര്യമായിട്ട് പറയണം. മാറി നിൽക്കണോ എന്താ പറ. അല്ല പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. ആ എൻ്റെ അടുത്ത് പറയണ്ട, അവിടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞു ആ ഷർദിൽ ദേവതയുടെ അടുത്ത്. മാറി നിക്കടോ, മാറി നിക്കടോ.
ഇത്രയും മതിയോ? ഇത് കൂടുതലാണ് വേണ്ട, ഇത്ര വേണ്ട കുറച്ച് കുറയ്ക്കാല്ലേ? കുറച്ച് അക്ഷരത്തിൽപ്പെടത്തെ കുറച്ചുള്ളൂ. മക്കളെ അതേ ഉള്ളൂ എനിക്ക് തോന്നിയത്. വളരെ സിമ്പിളായിട്ടൊരു പാട്ട്, കുഞ്ഞിന് കുറച്ചും കൂടെ ആരോഗ്യമാവാം തോന്നി. ഇനി ഛർദ്ദിച്ചുകൊണ്ടായിരിക്കും, പോട്ടെ എന്നൊക്കെയാലും പോട്ടെ. പക്ഷേ ഒരു എന്താ പറയുക, ആ ഭക്തി ഉണ്ടായിരുന്നു മോളെ പാട്ടിൽ കേട്ടോ. ഭക്തി എന്ന് പറഞ്ഞാല് ഭക്തി എന്ന് ഐ മീൻ ഡിവോഷൻ. ഓക്കെ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. ഞാൻ ഇതിനകത്താകെ എഴുതി വെച്ചിരിക്കുന്നത് അകാരം. കാരണം നമ്മള് വിശ്വം കോക്കുന്ന നോ അങ്ങനെയൊക്കെയാണ് കേൾക്കണേ. വിശ്വം കാക്കുന്ന നാഥ എല്ലാം ആണ്. എല്ലാം ഇങ്ങനെ വിശ്വം കോക്കുന്ന നോ അങ്ങനത്തെ ഒരു ടോൺ വരുന്നുണ്ട് മോളെ. അത് മോളത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ. അത് പിന്നെ കോറസ് പോർഷൻ കൂടെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ആ ഓവും ആ ആവും കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പരുവം, അതാണ് നമ്മൾ കേൾക്കുന്നത്. ചരണത്തിലുള്ള നീ അറിയാതെ പോകുന്നു എൻ നൊമ്പരം എന്നുള്ളതുണ്ടല്ലോ, അത് ആദ്യം മോള് സോളോ ആയിട്ട് പാടിയിട്ട് അതിനുശേഷം കോറസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പാടില്ലേ ചെയ്യണേ? അല്ല, അത് റുപേഷ് സാറ് പറഞ്ഞു അത് ഞാനും കോറസും ഒരു ക്ലാഷ് ആവുകയാണെന്ന്. അപ്പം റുപേഷ് സാർ പറഞ്ഞു ആ നീ അറിയാതെ പോകുന്നു എന്നമ്പരം അവർ തന്നെ പാടത്തെ. പക്ഷെ നീ അറിയാതെ പോകുന്നു നൊമ്പരം മോള് സോളോ ആയിട്ടും പാടിയല്ലോ. ശബ്ദവും കേട്ടു. അതിന്റെ റിപ്പീറ്റിലല്ലേ കോറസ് വരണേ അല്ലേ? ആദ്യം അവള് സോളോ അല്ലേ പാടണേ? ആ അപ്പൊ ആ പിന്നെ നീ അറിയാതെ എന്നൊക്കെ അറിയാതെ എന്ന് തന്നെ കേൾക്കണം. ഇത് അറിയോ ഒരു ഓവുമല്ല ആയുമല്ല, ഇതിന്റെ ഇടയിലുള്ള എന്തോ ഒരു സിലബൽ പോലെയാണ്. ഷർദിൽ ദേവത, വോമിറ്റിംഗ് ദേവത, വോമിറ്റിംഗ് ദേവത. അപ്പം അത് മാത്രമല്ല കേട്ടോ. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഈ ഉച്ചാരണം കേട്ടോ. ഇപ്പം എന്താ നിന്നോട് എന്താ പറഞ്ഞ എന്തോടി ആ മാലും ആ കറക്റ്റ് ആവുന്നു. അതിൽ മോറി നിക്കണോന്ന് പറഞ്ഞില്ല, മാറി നിക്കണോന്ന് പറഞ്ഞു. അപ്പൊ അത് യു ഹാവ് ടു ഫിക്സ്, അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സേഫ് സോൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. വേർഡ്സ് ക്ലാരിറ്റി, അതാണ് ഞാൻ കഴിഞ്ഞ റൗണ്ടിലും അതാണ് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ റൗണ്ടില് എന്തായാലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ പറഞ്ഞല്ലോ, കേട്ടായിരുന്നില്ലേ? എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പൊ ഈ റൗണ്ട് മോള് വേർഡ്സ് ക്ലാരിറ്റി മോശമായിരുന്നു കേട്ടോ. സോ വർക്ക് ചെയ്യണം, അതുപോലെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് പാടണം കേട്ടോ. എന്നാലേ നമുക്ക് കേൾക്കുന്നവർക്ക് എന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാവും. കുറച്ചുകൂടി ബെറ്റർ ആവണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മക്കളെ 8.5. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.4. താങ്ക് യു. ഹരിച്ചേട്ടാ 8.3. താങ്ക് യു. So total 25.2.